സ്വാഗതം. ഒരല്പ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതിന്റെ കാരണം എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. കണ്ണിന് ശരിക്ക് സുഖമില്ലായിരുന്നു, ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഏതായാലും ഇനിയും വൈകണ്ട എന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ പക്ഷി ഔർ ദീമക് എന്ന പാഠഭാഗത്തിന്റെ ആക്ടിവിറ്റീസുകളാണ്, പഠന പ്രവർത്തനങ്ങളാണ്. വളരെ നല്ല മെസ്സേജ് നൽകുന്ന ഒരു പാഠമായിരുന്നല്ലോ പക്ഷി ഔർ ദീമക്. മുക്തിബോധ് വളരെ രസകരമായിട്ടും അതുപോലെ തന്നെ ഏതൊരാൾക്കും ഗുണപാഠം സ്വയം ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ആ പാഠത്തെ, ആ കഥയെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പല യുവാക്കളും യുവതികളും നൈമിഷിക സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതത്തെ പോലും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. അവർക്കൊരു മുന്നറിയിപ്പായിട്ടാണ് ഇവിടെ പക്ഷിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷി ചെയ്യുന്നത് എന്താണ്? ചിതൽ അതിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വസ്തുവാണ്. എന്നാലോ ചിതൽ അവരുടെ സാധാരണ ഭക്ഷണവും അല്ല. നമ്മൾ അരി കഴിക്കുന്ന പോലെ അരിയാണ് നമ്മുടെ സാധാരണ ഭക്ഷണമെങ്കിൽ ജീവൻ നിലനിർത്താൻ അനിവാര്യമായ ഭക്ഷണം അരിയാണ്. അതുപോലുള്ള ഒരു ഭക്ഷണമായിട്ടല്ല ചിതൽ ഈ പക്ഷി കാണുന്നത്. അതൊരു ആഡംബര വസ്തുവായിട്ട്, അല്ലെങ്കിൽ തൻ്റെ നല്ല രുചിയുള്ള ഒരു ഭക്ഷണം. നമുക്കറിയാം, ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ വായക്ക് നല്ല രുചിയായിരിക്കാം, പക്ഷെ നിരന്തരമായി കഴിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അല്പസുഖത്തിന് വേണ്ടി സ്വന്തം ശരീരത്തെ പോലും അസ്തിത്വത്തെ പോലും നഷ്ടപ്പെടുത്തുന്ന ഈ പക്ഷിയെ നമുക്ക് ഇത്തരം യുവാക്കളിലേക്ക്, യുവതികളിലേക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും മദ്യത്തിൻ്റെയും മയക്കുമരത്തിൻ്റെയൊക്കെ പിറകെ പോകുന്ന ആളുകൾക്കുള്ള അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. പ്രതീക്ഷിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ ഒരുപക്ഷെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ജീവിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് ചുറ്റും കാണാം, അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ പല പ്രലോഭനങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഒന്നോർക്കുക, ആ പ്രലോഭനത്തിൽ വീണുപോയാൽ ഒരല്പ ദിവസത്തേക്ക് ചില സന്തോഷങ്ങൾ നമുക്കുണ്ടായേക്കാം, പക്ഷേ തുടർന്ന് അങ്ങോട്ട് നമ്മുടെ ജീവിതം നിത്യനാശത്തിലായി മാറുമെന്ന കാര്യം ഓർക്കുക. നല്ല ഒരു മെസ്സേജാണ് നമ്മുടെ കവി തന്നിട്ടുള്ളത്. ഏതായാലും ഈ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നോക്കുക. ഒന്നാമത്തെ ചോദ്യം, പക്ഷി അപ്നെ പങ്ക് ദേക്കർ. പക്ഷി തൻ്റെ പങ്ക് ദേക്കർ, ചിറക് കൊടുത്തിട്ട് അല്ലെങ്കിൽ തൂവൽ കൊടുത്തിട്ട്, ദീമക് ലേത്താ ഹെ, ചിതലുകൾ എടുക്കുന്നു, വാങ്ങുന്നു. യഹാം ഇവിടെ പക്ഷിയുടെ കോൻസ മനോഭാവം. കോൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ്, പക്ഷേ കോൻസ എന്ന് പറഞ്ഞാൽ ഏത്. കോൻസ മനോഭാവം, ഏത് മനോഭാവമാണ്, മനസ്സിന്റെ അവസ്ഥ, മെന്റാലിറ്റിയാണ് പ്രകടമാകുന്നത്. ഉത്തരം നോക്കൂ. നൗജവാൻ പക്ഷിക്കോ, യുവാവായ പക്ഷിക്ക് അപ്നെ, തൻ്റെ ഭവിഷ്യ ഔർ അസ്തിത്വക്കെ സംബന്ധമേ, തൻ്റെ ഭവിഷ്യ ഔർ അസ്തിത്വം, രണ്ട് കാര്യങ്ങളാണ്. തൻ്റെ ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ അസ്തിത്വക്കെ സംബന്ധമേ, തൻ്റെ നിലനിൽപ്പ്, ജീവിക്കാൻ അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട് നമുക്ക്. അതിൽപ്പെട്ട ഓരോ കാര്യങ്ങളെയും നമുക്ക് അസ്തിത്വം എന്ന് പറയാം. തൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചോ കോയി യാതൊരു ചിന്ത നഹി ഹെ, യാതൊരു ചിന്ത, യാതൊരു ബോധവും ചിന്തയും നഹി ഹെ, ഇല്ല. കോയി മെഹനത്ത് കിയെ ബിന, യാതൊരു മെഹനത്ത് കിയെ ബിന, അധ്വാനവും കിയെ ബിന, ചെയ്യാതെ, ഒരു ജോലിയും എടുക്കാതെ, ഒരു അധ്വാനവും ചെയ്യാതെ, ആസാനീസെ, വളരെ ഈസിയായി, എളുപ്പത്തിൽ, മിൽനെ വാലെ, ലഭിക്കുന്ന, അധ്വാനിക്കാതെ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന, ഭോജൻ സെ, ഭക്ഷണം കൊണ്ട്, സന്തുഷ്ട ഹോനേക്ക, സന്തോഷവാനാവുക, സംതൃപ്തി അടയാനുള്ള മനോഭാവ് ഉസ്മേഹെ, അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ് ഉസ്മേം, അവനിൽ, വഹ് പ്ലസ് മേം എന്നതാണ് ഉസ്മേം ആയി മാറുന്നത്, അവനിൽ ഹെ, ഉള്ളത്. മറ്റൊരു ചോദ്യം, ദീമകേം, ചിതലുകൾ, ഹമാര സ്വാഭാവിക ആഹാർ നഹി ഹെ, ചിതലുകൾ നമ്മുടെ സ്വാഭാവിക ഭക്ഷണം അല്ല. ജീവൻ നിലനിർത്താൻ അനിവാര്യമായി നാം കഴിക്കേണ്ടുന്ന ആ ഒരു ഭക്ഷണമല്ല അത്. അവർ മാത്രമല്ല, ഉൻകെലിയെ, അവകൾക്ക് വേണ്ടി, അത്തരം ഭക്ഷണത്തിന് വേണ്ടി, അപ്പിനെ പങ്ക് തോ, തൻ്റെ ചിറക്, ഹർ ഗീസ്, ഒരിക്കലും
നഹി ദിയാ ജാ സക്തേ, നൽകപ്പെടാൻ കഴിയില്ല അല്ലെങ്കിൽ നൽകാൻ കഴിയില്ല, പാടില്ല. ഇങ്ങനെ പറഞ്ഞ ഈ സെന്റൻസ് ഇസ് കഥൻ കെ ആധാർ പർ, ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ഇൻവെർട്ടഡ് കോമ നൽകിയിട്ടുണ്ട്, ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ വർത്തമാൻ സംസ്കൃതി കാ വിശ്ലേഷൺ കരേ, വർത്തമാന സംസ്കാരം, ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തെ വിശദീകരിക്കുക. നോക്കൂ, ഈ പാഠവുമായി അല്ലെങ്കിൽ ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട സംസ്കാരമാണ്. ഇന്ന് പല സംസ്കാരങ്ങളും വ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ ഈ സന്ദർഭവുമായി, ഭക്ഷണവുമായി ബന്ധപ്പെട്ട, ഇതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ സംസ്കാരമാണ്. യഹാം ഇവിടെ ഹമാരി ഖാദ്യ സംസ്കൃതിക്ക്, നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ ഓർ ലേക്ക്, ആ സംസ്കാരത്തിലേക്കാണ് സങ്കേത് കിയാ ഗയാ ഹെ, സങ്കേത് സൂചന നൽകപ്പെട്ടിട്ടുള്ളത്. നമ്മൾ അപ്പിനെ സ്വാഭാവിക ആഹാർക്കോ ചോടുക്കർ, നമ്മുടെ സ്വാഭാവിക ഭക്ഷണത്തെ ചോടുക്കർ ഒഴിവാക്കിയിട്ട് ഫാസ്റ്റ് ഫുഡ് സംസ്കൃതിക്ക് പീച്ചെ, ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ പിറകെ ഓർഡർ ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന അല്ലെങ്കിൽ പാഴ്സലായിക്കൊണ്ട് സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സംസ്കാരം നമ്മൾ ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ പിറകെ ഭാഗ്രഹേ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശുരൂമേം, തുടക്കത്തിലൊക്കെ ബഡി രസീലി ലഗേഗി, നല്ല രസീലി, രസമുള്ളതായി, സ്വാദിഷ്ടമായി, ലഗേഗി തോന്നിയേക്കാം. ലേക്കിൻ പക്ഷേ അന്തിം പരിണാം, അതിൻ്റെ അനന്തര ഫലം, അവസാന ഫലം ഭയാനക ഹോഗ, അത് ഭയപ്പെടുത്തുന്നത് ഹോഗ, ആയിത്തീരും എന്നതാണ് മുന്നറിയിപ്പ്. മറ്റൊരു ചോദ്യം, പക്ഷിക്കോ ബേവക്കൂഫ് കഹ്നേക്കെ സംബന്ധമേ, പക്ഷിയെ വിഡി എന്ന് കഹ്നേക്കെ സംബന്ധമേ, പറയുന്നതുമായി ബന്ധപ്പെട്ട്, പക്ഷിയെ ലേഖകൻ വിഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, ഈ പറച്ചിലുമായി ബന്ധപ്പെട്ട് ആപ്കി റായ്, നിങ്ങളുടെ ഒപ്പീനിയൻ, അഭിപ്രായം ക്യാ ഹെ, എന്താകുന്നു? ഉത്തരം, യഹ് ബിൽക്കുൽ സഹി ഹെ, ഇത് ബിൽക്കുൽ, തികച്ചും, സഹി ഹെ, ശരി തന്നെയാകുന്നു. യഹ് പക്ഷി, ഈ പക്ഷി, പ്രലോഭന്മേം ഫംസ് കർ, പ്രലോഭനത്തിൽ ഫംസ് കർ, അകപ്പെട്ടിട്ട്, കറന്നു വരുമ്പോൾ ട് എന്നാണ് അർത്ഥം വരിക. അപ്ന അസ്തിത്വ ഖോത്താഹെ, തൻ്റെ അസ്തിത്വത്തെ ഖോത്താഹെ, നഷ്ടപ്പെടുത്തുന്നു. അന്ത്മേം, അവസാനം, വഹ്, അവൻ, അപ്ന അസ്തിത്വ, തൻ്റെ അസ്തിത്വത്തെ വാപ്പസ് ലേനേക്കാ പ്രയാസ്തോ കർത്താഹെ, തിരിച്ചെടുക്കാനുള്ള പ്രയത്നവും നടത്തുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുമെന്ന് പിതാവിനെ പോലുള്ള ആളുകളൊക്കെ പരിചയപ്പെടുത്തി പറഞ്ഞു കൊടുത്തിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോയി അവസാനം തൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ട സാഹചര്യം വന്നപ്പോൾ വിഡ്ഢിയായ അവൻ അതിനെ തിരിച്ചെടുക്കാനൊരു ശ്രമം കൂടി നടത്തുകയാണ്. പക്ഷേ തബ് തക്ക്, അപ്പോഴേക്കും, ഉസ്ക, അവൻ്റെ, സബ് കുച്ച്, എല്ലാം നഷ്ട ഹോ ജാത്താ ഹെ, നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷി കാ വ്യവഹാർ, പക്ഷിയുടെ ഈ ബിഹേവിയർ, ഈ പെരുമാറ്റം സത്യത്തിൽ ബേവക്കൂഫി ഹി ഹെ, വിഡ്ഢിത്തം, ഹി തന്നെ, ഹെ ആകുന്നു. അപ്പോൾ വിഡ്ഢിത്തം ചെയ്യുന്നവനെയാണല്ലോ വിഡ്ഢി എന്ന് വിളിക്കാറുള്ളത്. അതുകൊണ്ട് ഈ പാഠത്തിൽ പക്ഷിയെ വിഡ്ഢി എന്ന് വിളിച്ച ആ അഭിപ്രായത്തിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് നമുക്കും ഇവിടെ പറയാനുള്ളത്. മറ്റൊരു ഭാഗം നോക്കുക. പക്ഷി ഔർ ദീമക് കഹാനി മേ, പക്ഷി ഔർ ദീമക് എന്ന സിംഗിൾ ഇൻവെർട്ടഡ് കോമ നൽകിയിട്ടുണ്ട് എന്ന, കഹാനി മേം, കഥയിൽ, യേ, ഇവർ, താഴെ കൊടുത്തിരിക്കുന്നവർ, അതായത് ഈ മുകൾ ഭാഗത്ത് കൊടുത്തിരിക്കുന്നവർ, ഇവർ, കിൻ കിൻ ക, ഏതെല്ലാം ആളുകളെ, ആരെയെല്ലാം, പ്രതിനിധിത്വ കർത്തഹ, പ്രതിനിധീകരിക്കുന്നവരാണ്. നമ്മുടെ പാഠഭാഗത്തിൽ ചില കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ ആരൊക്കെയോ പ്രതിനിധീകരിക്കുന്നുണ്ട്, പകരമാക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഏതൊക്കെ ആളുകളുടെ പ്രതീകമായിട്ടാണ് ഈ ഗാഡിവാല, പക്ഷി, ദീമക്, പങ്ക്, ബില്ലി എന്നിവയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? നോക്കൂ, ഗാഡിവാല, ആ ഒരു വണ്ടിക്കാരൻ എന്താ ചെയ്യുന്നത്? തൻ്റെ ലാഭത്തിന് വേണ്ടി
ആ പക്ഷിയുടെ ജീവിതം നശിക്കുമെന്ന് അറിഞ്ഞിട്ടും തൻ്റെ ലാഭം മാത്രമാണ് ആ വണ്ടിക്കാരൻ നോക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടോ എന്നാണ് ചോദ്യം. അതെ, വ്യാപാരി, ഉദ്യോഗപതി, രണ്ട് വിഭാഗക്കാർ. ഇത് മുഴുവനായിട്ട് അടച്ചാക്ഷേപിക്കുകയല്ല. ചില കച്ചവടക്കാർ, അവർക്ക് ലാഭം കിട്ടണം. അവർ എന്ത് മായമുള്ള വസ്തു നമുക്ക് തന്നാലും അവർക്ക് പ്രശ്നമില്ല. കഞ്ചാവാണെങ്കിലും അതുപോലെ നാം നശിക്കും, നമ്മുടെ കുടുംബം നശിക്കുമെന്ന് അറിഞ്ഞിട്ടും അവരുടെ ലാഭത്തിന് വേണ്ടി നമ്മെ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരം വ്യാപാരികൾ ഈ വണ്ടിക്കാരനെ വന്റെ ഒരു പ്രതീകമായി കാണാം. അതുപോലെ ഉദ്യോഗപതി എന്ന് പറഞ്ഞാലും, ഉദ്യോഗപതികൾ എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. അവരിൽ ചില ആളുകൾ കൈക്കൂലി വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മെ മറ്റുള്ള രീതിയിൽ ചൂഷണം ചെയ്ത് നമ്മുടെ അവകാശങ്ങളെ നഷ്ടപ്പെടുത്താനുള്ള ശ്രമം നടത്താറുണ്ട്. ഇതും ഒരർത്ഥത്തിൽ നമ്മെ ചൂഷണം ചെയ്യുക തന്നെയാണ്. ആ വ്യക്തികളെയും നമുക്ക് ഈ ഗാഡിവാലയോട് ചേർത്ത് അല്ലെങ്കിൽ പകരമായി പറയാം. പിന്നെ ഈ ചാപ്റ്ററിലുള്ള പക്ഷി എന്നത് ആർക്കാണ്? നൗജവാൻ, യുവാക്കൾക്ക്. എന്നാൽ എല്ലാ യുവാക്കൾക്കും പറ്റുമോ? ഇല്ല. നൗജവാൻ എന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വന്തം സുഖത്തിന് വേണ്ടി ആരെയും വകവെക്കാതെ തൻ്റെ സന്തോഷത്തിനും അതുപോലെ തന്നെ ഒരല്പസമയത്തേക്കുള്ള സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി ബോധമില്ലാതെ തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തുന്ന ചില യുവാക്കളുണ്ട്. അവർക്ക് പ്രതീകമായിട്ടാണ് ഈ പക്ഷിയെ കഥയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കഥയിലുള്ള ദീമക്, ചിതല്, അത് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? പ്രലോഭൻ. നമ്മളെ പ്രലോഭനങ്ങളിൽ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങൾ, പല ആളുകളും തെറ്റിൻ്റെ വഴിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിൽ നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളാണ്. ചില വ്യക്തികൾ നമ്മളെ പ്രലോഭനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ പൈശാചികമായ ചില ചിന്തകൾ നമ്മളെ പ്രലോഭനം ചെയ്യുകയാണ്. ഇതെല്ലാം അവസാനം ചെന്നെത്തിച്ചേരുന്നത് നാശത്തിലേക്കാണ്. അപ്പം നാം ഓർക്കേണ്ടത്, നമ്മുടെ പ്രലോഭനങ്ങളിൽ നാം പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ആ സന്തോഷം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും. കുറഞ്ഞ സന്തോഷവും കൂടുതൽ കാലം ദുഃഖവും നഷ്ടവുമായിരിക്കും ഇതിൻ്റെ അനന്തരഫലം എന്ന കാര്യം നാം ഓർക്കണം. അതുകൊണ്ട് പ്രലോഭനങ്ങൾ, മനുഷ്യൻ നശിക്കാൻ കാരണമാകുന്ന പ്രലോഭനങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രലോഭനങ്ങളുടെ പ്രതീകമായിട്ട് നമുക്കിതിനെ പരിചയപ്പെടാം. അതുപോലെ നോക്കൂ നിങ്ങൾ, പങ്ക്, തൂവൽ, ചിറകി എന്ന അർത്ഥമുണ്ട്. ഇവിടെ തൂവലാണ് ഉദ്ദേശിക്കുന്നത്. പങ്ക് എന്ന് പറഞ്ഞാൽ അസ്തിത്വം എന്നാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പ്, ചില അവയവങ്ങളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം കിഡ്നി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സുഖാഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കിഡ്നി വിറ്റുകൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു അല്ലെങ്കിൽ എത്രത്തോളം അല്ലെങ്കിൽ വിഡ്ഢിയാണ് അവനെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അനിവാര്യമായ അവയവങ്ങൾ ചില നൈമിഷിക താല്പര്യത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമായ ചില അസ്തിത്വങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അസ്തിത്വങ്ങളായ പല കാര്യങ്ങളുമുണ്ട്. അത് ഏതെങ്കിലും പ്രലോഭനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നാം തീർച്ചയായിട്ടും പക്ഷിയെ പോലെ വലിയൊരു വിഡ്ഢിയായി മാറും. അതുകൊണ്ട് പങ്ക് എന്ന് പറഞ്ഞാൽ അസ്തിത്വമാണ്. ബില്ലി, ഈ ചാപ്റ്ററിലെ ബില്ലി, അത് ശോഷക്, ഒരർത്ഥത്തിൽ ചൂഷണം ചെയ്യുന്നവർക്ക് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മെ എങ്ങനെയെങ്കിലും വലയിലാക്കി അകപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ പ്രതീകമായിട്ട് നമുക്ക് പറയാം. ശോഷക് എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്നവർ എന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, മറ്റൊരു ചോദ്യം. आज के ज़माने में पक्षी और दीमक कहानी की प्रासंगिकता कहाँ तक है? ഇന്നത്തെ ജമാനേമേം കാലഘട്ടത്തിൽ പക്ഷി ഔർ ദീമക് കഹാനിക്ക്, പക്ഷി ഔർ ദീമക് എന്ന കഥക്ക്, ആ കഥയുടെ പ്രാസംഗികത, സന്ദർഭോചികത, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഇതിൻ്റെ കാലിക പ്രസക്തി കഹാം തക് ഹെ, എത്രത്തോളമാണ്, ചർച്ച കർക്കെ, ചർച്ച ചെയ്തുകൊണ്ട് ടിപ്പണി ലിഖേ, ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. ഉത്തരം എഴുതുമ്പോൾ അസ്തിത്വ ബനായ രഖ്നെ കി മാങ് കർണേ വാലി കഹാനി. അതിൽ തന്നെ പറയുന്നുണ്ട് ഈ പാഠം, അസ്തിത്വം ബനായ രഖ്നെ കി, നിലനിർത്തുക, സംരക്ഷിക്കുക, ആ സംരക്ഷിക്കുവാനുള്ള മാങ് കർണേ വാലി, ആ അല്ലെങ്കിൽ
ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അസ്തിത്വത്തെ കാത്തു സൂക്ഷിക്കണമെന്ന് മാങ്ക് കർണേവാലി നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കഥയാണ് പക്ഷി ഔർ ദീമക്. മുക്തിബോധ് സേ, മുക്തിബോധി എന്ന കവിയാൽ ലിഖി ഗയി എഴുതപ്പെട്ട പ്രസിദ്ധ കഹാനി ഹെ, പ്രസിദ്ധമായ കഥ ആകുന്നു പക്ഷി ഔർ ദീമക്. പക്ഷി ഔർ ദീമക്. ഇസ്മേം, ഇതിൽ, യഹ് പ്ലസ് മേം, ഇത് ചേരുമ്പോഴാണ് ഇസ്മെന്നായി വരുന്നത്. ഇതിൽ ഏക്ക് ഒരു നൗജവാൻ പക്ഷി, യുവാവായ പക്ഷി, അപ്ന പങ്ക് ദേക്കർ, തൻ്റെ തൂവലുകൾ, ദേക്കർ നൽകിയിട്ട്, ദീമക് ഖരീദ് കർ, ചിതലുകൾ വാങ്ങിയിട്ട്, ഖാനെ ലഗ്താ ഹെ, കഴിക്കാൻ തുടങ്ങുന്നു. ഗാന എന്ന് പറയുമ്പോൾ കഴിക്കുക എന്നും ചില സ്ഥലത്ത് ഭക്ഷണം എന്നും അർത്ഥമുണ്ട്. ഈ ഗാന എന്നത് നേന്നാകുമ്പോൾ ആൻ എന്നർത്ഥമാണ്. കഴിക്കാൻ, പഠിക്കാൻ, പോകാൻ എന്ന് പറയും പോലെ കഴിക്കാൻ. ലഗ് താഹെ, തുടങ്ങുന്നു. ഇവിടെ താഹെ എന്ന് വന്നു. ഒരു ക്രിയയുടെ അവസാനത്തിൽ താഹെ എന്ന് വരുമ്പോൾ നു എന്നർത്ഥമാണ് വരിക. പഠിത്താഹെ, പഠിക്കുന്നു, ലിഖ്താഹെ, എഴുതുന്നു എന്ന രീതിയിൽ. അപ്പം ലഗ്താഹെ, തോന്നുന്നു. അപ്പിനെ മാതാപിതാക്കെ, തൻ്റെ പക്ഷി തൻ്റെ മാതാപിതാക്കളുടെ ഉപദേശ് തക്ക് കോ, ഉപദേശത്തെ പോലും, തക്ക് എന്ന് പറഞ്ഞാൽ വരെ എന്ന അർത്ഥത്തിലുണ്ട്. ഇവിടെ അവരുടെ ഉപദേശത്തെ പോലും വഹ് സുൻതാ നഹി ഹെ, അവൻ കേൾക്കുന്നില്ല. അന്ത്മേം, അവസാനം, പങ്ക്, തൂവൽ, സബ് നഷ്ട ഹോനെ പർ, എല്ലാം നഷ്ടമാകുമ്പോൾ, നഷ്ടപ്പെടുമ്പോൾ, വഹ് ഛട് പടാത്താ ഹെ, അവൻ സ്തംഭിച്ച് നിൽക്കുകയാണ്, അടിയേറ്റതുപോലെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവന് ബോധം വരുന്നത്. ദീമഗോങ്കോ, ചിതലുകളെ, ഇക്കട്ടാ കർക്കെ, ശേഖരിച്ചിട്ട്, കളക്ട് ചെയ്തിട്ട്, ഉസ്കെ ബദലെ, അവകൾക്ക് പകരം, ആ ചിതലുകൾക്ക് പകരം, വ്യാപാരിസെ, ആ കച്ചവടക്കാരനോട്, പങ്ക്, തൂവൽ, വാപ്പസ് ലേനേക്ക, തിരിച്ചു വാങ്ങാനുള്ള, വിഫൽ പ്രയാസ് വഹ് കർത്താ ഹെ, വഹ് വിഫൽ പ്രയാസ് കർത്താ ഹെ, അവൻ എന്ത് ചെയ്യുന്നു? വിഫലമായ എന്ന് പറഞ്ഞാൽ വിജയിക്കാത്ത ഒരു പ്രയത്നവും ഈ പാഠത്തിൽ ചെയ്യുന്നു. അവന് ശ്രമം നടത്തുന്നുണ്ട്, പക്ഷെ ആ ശ്രമം വിഫലമായി പോയി. അങ്ങനെ വിജയിക്കാത്ത ഒരു ശ്രമം കൂടി അവൻ നടത്തുന്നു. ലേക്കിൻ പക്ഷേ വഹ് ധോഖാ ഗാത്താ ഹെ, അവൻ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷി ആ സമയത്ത് വഞ്ചിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനെ കൂട്ടാക്കുന്നില്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ തൂവലുകൾക്ക് പകരം ചിതല് കൊടുക്കുന്നവനാണ്, അല്ലാതെ ചിതലിനു പകരം തൂവൽ നൽകുന്നവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. അന്ത്മേം, അവസാനം, വഹ്, അവൻ, ഏക് കാലി ബില്ലി സെ, ഒരു കറുത്ത പൂച്ചയാൽ, പക്കടാ ജാത്താ ഹെ, പിടിക്കപ്പെടുന്നു. ഇത് പാസീവ് വോയിസ് ആണ്. സബ്ജക്റ്റിന് പ്രാധാന്യം ഉണ്ടാകുമ്പോഴാണല്ലോ ആക്റ്റീവ് വോയിസ്. പൂച്ച പക്ഷിയെ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ പൂച്ചയാണ് പ്രവൃത്തി ചെയ്യുന്നത്. അത് സബ്ജക്റ്റ് ആക്റ്റീവ് ആകുന്നത് കൊണ്ട് അതിനെ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നു. എന്നാൽ ആ സമയത്ത് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ പൂച്ചയാൽ പക്ഷി പിടിക്കപ്പെടുന്നു, ഈ രീതിയിൽ, പെടുന്നു എന്ന രീതിയിൽ പറയുമ്പോൾ അത് പാസീവ് വോയിസായി മാറുകയാണ്. ഹിന്ദിയിൽ അതിന് കർമ്മവാച്യമെന്നും ആക്റ്റീവ് വോയിസിന് കർത്തൃവാച്യമെന്നും പറയാറുണ്ട്. നോക്കൂ, ഇവിടെ കർമ്മവാച്യത്തിലാണ്. വഹ്, അവൻ, ആ പക്ഷി, ഏക് കാലി ബില്ലി സെ, ഒരു കറുത്ത പൂച്ചയാൽ, പക്കടാ ജാത്താ ഹെ, പിടിക്കപ്പെടുന്നു. ഊപ്പർ സെ ദേഖ്നെ പർ, മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ, യഹ്, ഇത്, ഏക് ഫാന്റസി സാ ലഗ്താ ഹെ, ഒരു സാങ്കല്പിക കഥ പോലെ, യാഥാർത്ഥ്യമല്ലാത്ത ഒരു ഭാവസങ്കല്പം പോലെ നമുക്ക് തോന്നിയേക്കാം. ഇങ്ങനെയൊക്കെ ഒരു കഥയുണ്ടാകുമോ എന്ന രീതിയിൽ നമുക്ക് തോന്നാം. ലേക്കിൻ പക്ഷേ കഹാനിക്ക്, കഥയുടെ, ഗഹരായി പർ, ആഴത്തിലേക്ക്, ജാത്തെ വക്ത്, പോകുന്ന സമയത്ത്, ഹം സമജ് സക്തേ ഹെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സക്ന എന്ന ക്രിയ വരുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റിൻ്റെ കൂടെ കോ എന്ന പ്രത്യയം ചേർക്കാറില്ല. പക്ഷേ കോയുടെ അർത്ഥം വെച്ച് കൊടുക്കണം. അപ്പോൾ ഹം എന്നതിന് നമ്മൾ എന്ന അർത്ഥം വെച്ചാൽ പോരാ, ഹംകോ എന്ന അർത്ഥം വെക്കണം. നമുക്ക് സമജ് സക്തേ ഹെ, മനസ്സിലാക്കാൻ സാധിക്കുന്നു. കി എന്തെന്നാൽ യഹ് ഫാന്റസി നഹി, ഇതൊരു ഭാവസങ്കല്പം അല്ല, ബൽക്കി മറിച്ച് വർത്തമാൻ, ഇന്നത്തെ വാസ്തവികത ഹെ, യാഥാർത്ഥ്യമാണ്.
സത്യത്തിൽ കഥ ഭാവസങ്കല്പമായിക്കോട്ടെ, പക്ഷെ കഥയിലെ തീം അത് ഇന്ന് നടക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സത്യമാണ്, റിയാലിറ്റിയാണെന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആജ്കൽ ഇക്കാലത്ത് കോർപ്പറേറ്റ് ഹമേ ലൂട്ട് രഹേ ഹെ, വലിയ വലിയ കോർപ്പറേറ്റുകൾ, വലിയ വലിയ ഭൂമാഫിയകൾ, അതുപോലെ വലിയ ബിസിനസ് നടത്തുന്ന ആളുകൾ, അവരൊക്കെ ഒരർത്ഥത്തിൽ നമ്മെ ലൂട്ട് രഹേ ഹെ, കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ്. വിജ്ഞാപൻ കെ ജരിയെ, അതിന് നമ്മെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് ടിവിയിലും മൊബൈലിലുമൊക്കെ മനോഹരമായ പരസ്യങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മെ അകപ്പെടുത്തുകയാണ്. അതാണ് വിജ്ഞാപൻ കെ ജരിയെ, പരസ്യങ്ങൾ കെ ജരിയെ മുഖേന ഹമാരെ സാമ്നെ, നമുക്ക് മുന്നിൽ കൈ പ്രലോഭൻ, ധാരാളം പ്രലോഭനങ്ങൾ പ്രസ്തുത് കർത്തെ ഹെ, പ്രസന്റ് ചെയ്യുന്നു. ഹം നൗജവാൻ, നമ്മളെപ്പോലുള്ള യുവാക്കൾ, ബിനാ വിത്തൗട്ട്, ഇല്ലാതെ, കൂടാതെ എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ അർത്ഥം വെക്കുമ്പോൾ ബിനാ സോച്ചേ സംചേ, ചിന്തിക്കാതെ അല്ലെങ്കിൽ ബിനാ സംചേ, ഒന്നും മനസ്സിലാക്കാതെ, ഉസ്മേം അതിൽ ഫംസ് ജാത്തെ ഹെ, അകപ്പെട്ടു പോകുന്നു. അന്ത് മേം അവസാനം, ഹം നമ്മൾ, അപ്ന അസ്തിത്വ ഖോത്തെ ഹെ, നമ്മുടെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുത്തുന്നു. ജബ് എപ്പോഴാണോ ഹം നമ്മൾ അപ്നി ഗൽത്തി സമജ്തെ ഹെ, നമ്മുടെ തെറ്റിനെ മനസ്സിലാക്കുന്നത്, തബ് തക്ക് അപ്പോഴേക്കും, സബ് കുച്ച് എല്ലാം നഷ്ട ഹോ ജാത്താ ഹെ, നഷ്ടപ്പെട്ടു പോകുന്നു. ആജ് കെ ജമാനെ മേ, ഇന്നത്തെ കാലഘട്ടത്തിൽ, യഹ് കഹാനി, ഈ കഥ, ബിൽക്കുൽ തികച്ചും പ്രാസംഗിക ഹെ, കാലിക പ്രസക്തം തന്നെയാണ്. മറ്റൊരു ചോദ്യം, പക്ഷിക്ക് ചരിത്രഗത് വിശേഷതാവും ക, പക്ഷിയുടെ ചരിത്ര എന്ന് പറഞ്ഞാൽ സ്വഭാവം എന്നാണ്. സ്വഭാവ സവിശേഷതകളെ വിശ്ലേഷൺ കരയും, വിശദീകരിക്കുക, ടിപ്പണിയിലേക്കും നോട്ട് തയ്യാറാക്കുക. നോക്കൂ, പക്ഷി ഔർ ദീമക് ക, പക്ഷി ഔർ ദീമക് എന്ന പാഠത്തിലെ പക്ഷി ആലസി സ്വഭാവ് കാ ഹെ, അലസതാ സ്വഭാവം ഉള്ളവൻ ഹെ ആകുന്നു. പരിശ്രം കെ ബിന, പരിശ്രമിക്കാതെ, ഭോജൻ പാനേ ക, ഭക്ഷണം നേടാനുള്ള ഇച്ഛുക ഹെ, ആഗ്രഹമുള്ളവനാണ്. ഇസി കാരൺ സെ, ഈ കാരണം കൊണ്ട്, വഹ് അവൻ, ജൽദി വേഗത്തിൽ, വ്യാപാരിക്ക് പ്രലോഭന്മേ, വ്യാപാരിയുടെ പ്രലോഭനത്തിൽ, ഫംസ് ജാത്താ ഹെ, അകപ്പെടുന്നു. പങ്ക് നിക്കാൽക്കർ, തൂവൽ എടുത്തിട്ട്, ദേനേമേം നൽകുന്നതിൽ, ഉസേ ദർദ് ഹെ, അവന് വേദന ഉണ്ട്, വേദന ഇല്ല എന്ന് പറയുന്നില്ല, അവന് വേദനയുണ്ട്. പർ ഭി, എന്നിട്ടും, അപ്നി അലസതാക്കെ കാരൻ, തൻ്റെ ആലസ്യത്തിൻ്റെ മടിയുടെ കാരണത്താൽ, ഉസ്നെ അവൻ, ഉസ് ദർദ് ഖോ, ആ വേദനയെ, സഹ് ലിയ, സഹിക്കുകയാണ്. സബ് കുച്ച് എല്ലാം ഖോനെ പർ, നഷ്ടപ്പെട്ടപ്പോൾ, എല്ലാ തൂവലും നഷ്ടപ്പെട്ടപ്പോൾ, വഹ് അപ്നി ഗൽത്തി, അവൻ തൻ്റെ മിസ്റ്റേക്ക്, സമജ് താ ബി ഹെ, മനസ്സിലാക്കുന്നുമുണ്ട്. ലേക്കിൻ പക്ഷേ, തബ് തക്ക് അപ്പോഴേക്കും, ഉസ്ക അസ്തിത്വം, അവൻ്റെ അസ്തിത്വം, നഷ്ട ഹുവാധ, നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മറ്റൊരു ചോദ്യം, പക്ഷി ഔർ ദീമക് കഹാനിക്കോ, പക്ഷി ഔർ ദീമക് എന്ന കഥയെ ഫിൽമാനെ കേലിയെ, ചിത്രീകരിക്കുന്നതിന് വേണ്ടി, പട്കഥ തയ്യാർ കരയും, ഒരു സ്ക്രീൻ പ്ലേ, ഒരു തിരക്കഥ തയ്യാറാക്കുക. തിരക്കഥക്ക് ദൃശ്യം എന്ന് പറഞ്ഞാൽ സീന് 1 എന്ന് നൽകുന്നു. സ്ഥലം സബേരേക്ക ആകാശ്, പ്രഭാത സമയത്തിലുള്ള ആകാശം. സമയം സബേരേക്ക ആകാശം എന്ന് പറഞ്ഞതിൽ സമയം കൂടി ഉൾപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ രണ്ടായിട്ട് എഴുതാം, ആകാശ് എന്ന് കൊടുക്കുക, പിന്നീട് സമയം സബേരെ സമയ, അല്ലെങ്കിൽ സബേരെ 9 ബജെ, സബേരെ 7 ബജെ എന്ന രീതിയിൽ നമ്മൾ സമയം കൊടുക്കാം, അതിന് കുഴപ്പമില്ല. രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം.
തീൻ പക്ഷി, മൂന്ന് പക്ഷികൾ ബാത്ത് കർത്തേ ഹുയെ, സംസാരിച്ചു കൊണ്ട് ഉഡ് രഹേ ഹെ, പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ദൃശ്യമാണ്. ആ സംഭവം അവിടെ നടക്കുന്ന ഘടന വിവരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഏക് പക്ഷി, ഒരു പക്ഷി, ദേഖോ, നോക്ക്, ഉടുത്തേ പറന്ന് ഹം ബഹുത്ത് ഊപ്പർ ആകെ, നമ്മൾ ഒരുപാട് ഉയരത്തിലെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ദൂസര പക്ഷി, മറ്റൊരു പക്ഷി, നീച്ചേ ദേഖോ, താഴോട്ട് നോക്കൂ, സബ് കുച്ച് ചോട്ടാ, എല്ലാം ചെറുതായിട്ടാണ് കാണുന്നത്. തീസര പക്ഷി, മൂന്നാമത്തെ പക്ഷി, ദേഖോ, നോക്കൂ, എക് ബൈൽഗാഡി ചൽ രഹി ഹെ, ഒരു കാളവണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ദൂസര പക്ഷി, മറ്റൊരു പക്ഷി, മുझे കുച്ച് ദിക്താ നഹി, എനിക്കൊന്നും, ദൂസര എന്ന് മറ്റൊരു എന്നും അർത്ഥമുണ്ട്, രണ്ടാമത്തെ എന്നും അർത്ഥം വെക്കാം. ഇവിടെ രണ്ടാമത്തെ പക്ഷി എന്നർത്ഥം വെക്കാം. ആ രണ്ടാമത്തെ പക്ഷി പറയുകയാണ്, മുझे കുച്ച് ദിക്താ നഹി, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. തീസര പക്ഷി, അപ്പോൾ മൂന്നാമത്തെ പക്ഷി പറഞ്ഞു, മേ ജാക്കർ ദേഖും, ഞാൻ പോയിട്ട് നോക്കാം എന്ന അർത്ഥത്തിൽ. ഉടുത്തേ ഹുയെ, പറന്ന് നീച്ചേ ജാത്താ ഹെ, അവൻ താഴോട്ട് വരുന്നു. അതാണ് ഒന്നാമത്തെ സീൻ. പരീക്ഷയ്ക്ക് നമുക്ക് ഒരു സീനാണ് എഴുതാനുണ്ടാവുക. ഇനി മറ്റൊരു സീനാണെങ്കിലോ, ആ റോഡിൽ എത്തിയതിനു ശേഷമാണെങ്കിലോ, ദൃശ്യ 2 അല്ലെങ്കിൽ സീൻ 2 എന്ന് നൽകാം. അവിടെ സ്ഥലം കൊടുക്കുമ്പോൾ സടക്ക്, കണ്ടോ, സടക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, റോഡ്. പിന്നെ സമയം സവേര, രാവിലെ. അവിടെ നമുക്ക് സമയം ആയിട്ട് എഴുതാം, സവേര 9 ബജെ 8 ബജെ എന്ന രീതിയിലും എഴുതാം. വേണമെങ്കിൽ കഥാപാത്രങ്ങളുള്ള സമയത്ത് കഥാപാത്രങ്ങളെയും നമുക്ക് എഴുതിയിട്ട്, ഗാഡിവാല, അദ്ദേഹത്തിൻ്റെ പ്രായം ലഗ്ഭഗ് 40 സാൽ, 40 വയസ്സ്, ബ്രാക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ വേഷം ധോത്തി ഔർ കുർത്ത അല്ലെങ്കിൽ ധോത്തി ഔർ ബനിയാൻ എന്നൊക്കെ നമുക്ക് നൽകാം. ധോത്തി എന്ന് പറഞ്ഞാൽ ലുങ്കിയാണ്, കുർത്ത എന്ന് പറഞ്ഞാൽ ഷർട്ട് എന്നർത്ഥത്തിലാണ്. അങ്ങനെയും എഴുതി. പിന്നെ നമുക്ക് അവിടെയുള്ള സംഭവങ്ങൾ, അവിടെയുള്ള ചലനങ്ങൾ, അതായത് നിശ്ചലവും ചലിക്കുന്നത് രണ്ടും എഴുതാം. ദൃശ്യത്തിൽ എഴുതുമ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ ദൃശ്യത്തിൽ നമുക്ക് എഴുതാം. അതാണ് ഇവിടെ ഇനി പറയുന്നത്. കിനാരേക്കെ പേടുക്കെ ഡാൽ പർ, സൈഡിലുള്ള, അതായത് റോഡിൻ്റെ സൈഡിലുള്ള പേടുക്കെ, മരത്തിൻ്റെ, ഡാൽ പർ, കൊമ്പിന്മേൽ, തീസര പക്ഷി, മൂന്നാമത്തെ പക്ഷി, ആ ബൈഠ്താഹെ, വന്നിരിക്കുന്നു. സടക്ക് സെ, റോഡിലൂടെ, ഗാഡിവാല, വണ്ടിക്കാരൻ, ബൈൽഗാഡി ലേക്കർ, ഒരു കാളവണ്ടിയുമായിട്ട്, ആത്താഹെ, വരുന്നു. ബൈൽഗാഡിമേം, കാളവണ്ടിയിൽ, ഭരെ, നിറയെ, ബോരോമേം, ചാക്കുകളിൽ, ദീമഗേം ഹെ, ചിതലുകളും, ഹൈം, ഉണ്ട്. ഗാഡിവാലേക്ക്, ആ വണ്ടിക്കാരൻ്റെ, ദീമഗേം ലേലോ കി ആവാസ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്കാരൻ്റെ ചിതലുകൾ വാങ്ങൂ എന്ന ആവാസ്, ശബ്ദം, സുൻതി രഹത്തി ഹെ, കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷി ഔർ ഗാഡിവാല, അങ്ങനെ പക്ഷിയും വണ്ടിക്കാരനും ബാത്ത് കർത്തേ ഹെ, സംസാരിക്കുന്നു. ഗാഡിവാല ചോദിക്കാം, ദീമഗേം ലേലോ, ചിതലുകൾ വാങ്ങിക്കോളൂ, ദീമഗേം ലേലോ. പക്ഷി ചോദിക്കുന്നു, ഓ ഗാഡിവാലെ, ഓ വണ്ടിക്കാരാ, ദീമഗോം കാ ക്യാ ഭാവ് ഹെ, ഭാവ് എന്ന് പറഞ്ഞാൽ വില എന്നർത്ഥത്തിലാണ്. ചിതലുകളുടെ ഭാവ്, വില എന്താകുന്നു? ഗാഡിവാല, ഏക് പർ, ഒരു തൂവൽ, ദേദോ, നൽകൂ. പർ എന്ന് പറഞ്ഞാൽ പർ, പങ്ക് എന്നൊക്കെ പറയുന്നത് തൂവൽ, ചിറക് എന്നർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പർ ഒരു വരിയുടെ, ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോമയ്ക്ക് ശേഷമൊക്കെ വരുമ്പോഴോ അവിടെ നമുക്ക് എന്നാൽ എന്ന അർത്ഥത്തിന് വെക്കാറുണ്ട്. അതുപോലെ മേസ് പർ, അങ്ങനെയുള്ള സമയത്ത് പർ, മേൽ എന്ന അർത്ഥത്തിന് വരാറുണ്ട്. 3 അർത്ഥമുണ്ട്. അപ്പോൾ എന്നാൽ എന്നർത്ഥമുണ്ട്, മേൽ എന്നർത്ഥമുണ്ട്, ചിറക് അല്ലെങ്കിൽ തൂവൽ എന്ന അർത്ഥമുണ്ട്. ഇവിടെ തൂവലാണ്. ഏക് പർ ദേദോ, ഒരു തൂവൽ നൽകൂ. മാം, ഞാൻ ദോ ദീമഗേം ദേ ദൂങ്ക, ഞാൻ നിങ്ങൾക്ക് 2 ചിതലുകൾ നൽകാം. പക്ഷി, പർ, തൂവൽ. ഗാഡിവാല, ഹാ അതെ, പർ, തൂവൽ. യഹ് ദീമകത്തോ ബഹുത് സ്വാദിഷ്ട ഹെ, ഈ ചിതലുകൾ ബഹുത് സ്വാദിഷ്ട ഹെ, വെരി ടേസ്റ്റി, വളരെ നിങ്ങൾക്ക് സ്വാദിഷ്ടമാണ്. ചാഹേത്തോ, വേണമെങ്കിൽ, ലേലോ, വാങ്ങിച്ചോളൂ. പക്ഷി, ടീക് ഹെ, ശരി. ഗാഡിവാലേ, വണ്ടിക്കാര, ലോ, പിടിക്കൂ, ഏക് പങ്ക്, ഒരു തൂവൽ, ദോ ദീമഗേം ദോ, 2 ചിതലുകൾ, ദോ, കണ്ടോ, രണ്ടും ദോ തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കുക,
ദേന എന്നതിൻ്റെ രൂപമാണ് ദേന എന്ന് പറഞ്ഞാൽ നൽകുക എന്നാണല്ലോ. അതിൽ നിന്ന് വരുന്നതാണ് ദോ. കൽപ്പനയായിട്ട് പറയുമ്പോൾ ദോ നൽകൂ എന്ന് പറയാറുണ്ട്. പക്ഷെ ആദ്യത്തെ ദോ എണ്ണമാണ്. ദോ ദീമകയും 2 ചിതലുകൾ ദോ തരൂ. പക്ഷി കഠിനായിസെ പക്ഷി പ്രയാസപ്പെട്ടുകൊണ്ട്, പർ തൂവൽ, തോഡ്കർ പൊട്ടിച്ചിട്ട്, ഗാഡി വാലേക്കോ വണ്ടിക്കാരന്, ദേത്താഹെ നൽകുന്നു. എന്നിട്ടോ ദോ ദീമകേം ലേക്കർ 2 ചിതലുകൾ എടുത്തിട്ട്, ഉഡ്ജാത്താഹെ പറന്ന് പോവുകയും ചെയ്യുന്നു. മറ്റൊരു ഭാഗം നോക്കും. പുരി ഇക്കായിസെ യൂണിറ്റ് മുഴുവൻ, നമ്മൾ ഈ ചാപ്റ്റർ അല്ല, ഈ കഴിഞ്ഞ ആദ്യത്തെ യൂണിറ്റ് മുഴുവനും ആ ഭാഗത്ത് നിന്ന് ഏക് ബാർ ആ യൂണിറ്റിലൂടെ, പൂരി ഇക്കായിസെ ഏക് ബാർ ഓർ ഗുസരെ മുഴുവൻ നമ്മൾ കഴിഞ്ഞു പോയ ആ യൂണിറ്റിലൂടെ ഏക് ബാർ ഒരിക്കൽ കൂടി ഗുസരയും ഒന്ന് കടന്നു പോകാം. ഐസെ പരസർഗായുക്ത് ഇതുപോലെ പരസർഗ് പ്രത്യയങ്ങൾ, പിറകിൽ പ്രത്യയങ്ങൾ ചേർന്ന് വന്ന സർവനാമക്കോ സർവനാമത്തെ പെഹ്ചാനെ നമുക്ക് തിരിച്ചറിയാം. ജിസ്മേം ഇതിൽ സർവനാമവുമുണ്ട് പരസർഗവുമുണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ് വന്നത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ ആദ്യ ഭാഗത്ത് പരസർഗായുക്ത് എന്ന് പറഞ്ഞാൽ സർവനാമവും പ്രത്യയവും ചേർന്ന് വന്ന രൂപം, അതിനെ സെപ്പറേറ്റ് ചെയ്താണ് തൊട്ടപ്പുറത്ത് കോളത്തിൽ നൽകിയത്. ജിസ്മേം അത് ജോ എന്നതും മേം എന്നതും ചേർന്നുണ്ടായതാണ്. ജോമേം എന്നല്ല ജിസ്മേം എന്നാണ് പറയുക. ഉസ്കെ എന്നതിന് വഹ് പ്ലസ് കെ എന്നും, ഹമാരെ എന്നത് ഹം പ്ലസ് കെ എന്നാണ്, അത് ഹം കെ എന്ന് പറയരുത്. തേര എന്നത് തു പ്ലസ് ക, കിസീകോ എന്നത് കോയി പ്ലസ് ക, ഹമാര എന്നത് ഹം പ്ലസ് ക, തേരെ എന്നത് തു പ്ലസ് കെ, ഉൻകെ എന്നത് വേ പ്ലസ് കെ, തുമ്ഹാര തും പ്ലസ് ക, ഉൻകി വേ പ്ലസ് കി, ഉസ്മേം വഹ് പ്ലസ് മേം, ഉസ് पर വഹ് പ്ലസ് പർ. അതുപോലെ തന്നെ മേംനെ മേം പ്ലസ് നെ. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് മനസ്സിലാക്കി ആവശ്യമുള്ളവ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക. അല്ലാത്തവ ഈ വീഡിയോ ആവശ്യമുള്ള സമയത്ത് കാണുകയും അതിലെ ഭാഗങ്ങൾ അല്പാൽപമായി പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. എല്ലാവർക്കും ധന്യവാദം.